അതെ അതെ ജാട്ട് മേഖലകളിൽ ബി.ജെ.പി. മുന്നേറ്റമാണ്. ഇതാണ് കണക്ക് എങ്കിൽ എല്ലാ മേഖലകളിലും ബി.ജെ.പിക്ക് ഒരു ആധിപത്യമുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. അതായത് ജാതി കോമ്പിനേഷനകത്തും അതുപോലെ തന്നെ ജില്ലാടിസ്ഥാനത്തിൽ നോക്കുമ്പോഴും എല്ലാ സ്ഥലങ്ങളിലും ബി.ജെ.പി. പെർഫോം ചെയ്താൽ മാത്രമേ ഈ ടാലിയിലേക്ക് എത്താൻ കഴിയുള്ളൂ. കാരണം ബി.ജെ.പിക്കായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് ഹരിയാനയിൽ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തന്നെ അനുകൂലമായ അന്തരീക്ഷത്തിലല്ല അവർ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ പോലും അവർക്ക് ഇങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ കോൺഗ്രസിന് കാര്യമായ ഒരു വീഴ്ച ഏതൊക്കെയോ സ്ഥലങ്ങളിൽ സംഭവിച്ചിരിക്കുന്നു. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, കോൺഗ്രസിനകത്തൊരു വലിയ ഇൻഫൈറ്റ് ഉണ്ടായിരുന്നു. അത് ആ ഇൻഫൈറ്റ് എന്ന് പറയുന്നത് ഭൂപീന്ദർ സിംഗ് ഹൂഡയും കുമാരി ഷെൽജയും മാത്രമല്ല രൺദീപ് സിംഗ് സുർജാലയും ഒരു വിഭാഗത്തിന്റെ പ്രതിനിധിയാണ്. അങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ അവിടെ പരസ്പരം പോരടിച്ചിട്ടുണ്ട്. അവരുടെ രീതിയിൽ പാർലമെന്ററി പാർട്ടിയിൽ ആധിപത്യം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പടലപ്പിളക്കങ്ങൾ, അതായത് ഈ ക്യാമ്പിനുള്ളിലെ ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോര് കോൺഗ്രസിന് തിരിച്ചടിയായിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. കാരണം എല്ലാ ഘടകങ്ങളും വേണമെങ്കിൽ അനുകൂലമായി വരാവുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതേസമയം പ്രതികൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് ബി.ജെ.പി. ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അപ്പോഴും ഈ ടാലി പറയുന്നത് നോക്കൂ, 48-36 എന്ന് പറയുന്ന ടാലിയിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ എത്ര വോട്ട് ഉണ്ടാകുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് വളരെ പരിമിതമായിരിക്കും. കാരണം ഇപ്പോൾ 11:15 മണിയായി, 90 സീറ്റാണ് ആകെയുള്ളത്. 12 മണിയോടുകൂടി എന്തായാലും പിക്ചർ ക്ലിയർ ആയേ പറ്റൂ. 12 മണിക്കകത്ത് ഈ വോട്ടെണ്ണൽ പൂർത്തിയാകും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 12 മണിക്കകത്ത് ഇനിയിപ്പോൾ 3/4 മണിക്കൂർ കൂടെ ഉള്ളൂ. ആ 3/4 മണിക്കൂറിനുള്ളിൽ വലിയൊരു അട്ടിമറി നടത്തി ഒരു 10 സീറ്റിൻ്റെ വ്യത്യാസം കോൺഗ്രസ് കൊണ്ടുവന്നാൽ മാത്രമേ കോൺഗ്രസിന് മുന്നേറ്റം നടത്താൻ പറ്റൂ. നമുക്കിപ്പോൾ പറയാം 600 വോട്ടിൻ്റെയും 500 വോട്ടിൻ്റെയും 400 വോട്ടിൻ്റെയും ഒക്കെ വ്യത്യാസത്തിലാണ് പല സ്ഥലത്തും ലീഡുന്നില്ല എന്നുള്ളത്. പക്ഷേ കോൺഗ്രസ് കൂടുതൽ സ്ഥലങ്ങളിൽ ജാട്ട് സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നു. അപ്പോൾ ജാട്ടിതര ഒരു ഉണ്ടായിട്ടുണ്ടാകാം ഒരു പക്ഷേ. മേഖലയിലും ബി.ജെ.പി. 15 സീറ്റുകൾ ജാട്ട് മേഖലയ്ക്ക് കൊടുത്തപ്പോൾ ഏതാണ്ട് 28ഓളം സീറ്റുകളാണ് കോൺഗ്രസ് പിന്നെ ജാട്ടിന് നൽകിയത്. അക്കാര്യത്തിലൊന്നും സംശയമില്ല, അത് ശരിയുമാണ്. പക്ഷേ ജാട്ട് വിരുദ്ധ വോട്ട് എന്ന് പറയുന്നത് ഒരു വലിയ വോട്ടാണ്. ഹരിയാനയിൽ 27% ഉള്ളൂ ജാട്ടുകൾ. എന്നാൽ ബാക്കി 73% ആളുകളും ഈ പറയുന്ന പിന്നെ മറ്റു വിഭാഗങ്ങളിൽപ്പെട്ടവരാണ്. അതിനകത്ത് ബ്രാഹ്മിൻസ് ഉണ്ട്, അതിനകത്ത് SC/ST ഉണ്ട്, അതിനകത്ത് പിന്നെ ഈ പറയുന്ന സബ് കാസ്റ്റുകളുണ്ട്. ഇപ്പോൾ വാൽമീകീസ് എന്നൊക്കെ പറയുന്ന പോലുള്ള ചമാർസ് എന്നൊക്കെ പറയുന്ന പോലുള്ള സബ് കാസ്റ്റുകളുണ്ട്. അതേപോലെ തന്നെ OBC ഉണ്ട്. അപ്പോൾ ആ വിഭാഗങ്ങളൊക്കെ ഉണ്ട്. ഈ 73% വോട്ടും 27% വോട്ടും തമ്മിലാണ് പലപ്പോഴും ഫൈറ്റ് നടക്കുക. അതിൽ ഈ 27%-നകത്ത് ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് പൂർണ്ണമായും ബി.ജെ.പിക്കാണ് കിട്ടുക. കാരണം വെച്ചാൽ ഓൾറെഡി അപ്പുറത്ത് നിൽക്കുന്ന നോൺ ജാട്ട് വിഭാഗങ്ങളെ ഒരുമിപ്പിക്കുന്നതിനകത്ത് ബി.ജെ.പി. വലിയ രീതിയിൽ മുന്നേറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലേക്ക് കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയാവുന്ന ജാട്ട് വിഭാഗത്തിൽ നിന്നൊരു വിഭാഗത്തെ കൂടി അടർത്തിയെടുത്താൽ സ്വാഭാവികമായും ബി.ജെ.പിക്ക് ആ മുന്നേറ്റം നടത്താം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത്തരത്തിലുള്ള ജാതി കോമ്പിനേഷൻ മാത്രമാണോ ഈ തെരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്തതെന്നുള്ളതാണ് ചോദ്യം. കാരണം നമുക്ക് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഒരു സംസ്ഥാനം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ വെല്ലുവിളികൾ ആ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകില്ലേ? സ്വാഭാവികമല്ലേ? ഇപ്പം ഞാൻ പറയാനില്ലേ, ഇന്ത്യയിൽ ഈ മിലിറ്ററിയിലേക്ക്, സൈന്യത്തിലേക്ക് ഏറ്റവും കൂടുതൽ യുവാക്കളെ സംഭാവന ചെയ്യുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഹരിയാനയാണ്. ആ ഹരിയാനയിൽ അഗ്നിവീർ പദ്ധതി ഉണ്ടായതോടുകൂടി വലിയൊരു തൊഴിലില്ലായ്മ എന്ന് പറയുന്ന പ്രതിസന്ധി വലിയൊരു വിഭാഗത്തെ ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ആ തൊഴിലില്ലായ്മ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചാ വിഷയമായില്ലേ? അതേപോലെ തന്നെ പഞ്ചാബിലെയും ഹരിയാനയിലെയും ഉത്തർപ്രദേശിലെയും കർഷകരാണല്ലോ വലിയ മാർച്ച് ഡൽഹിയിലേക്ക് നടത്തിയത്. ആ കർഷകരെന്ന് പറയുന്നത് ജാട്ട് വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. പ്രധാനമായും വളരെ മാസങ്ങൾ നീണ്ട സമരമാണ്. ഇപ്പോഴും ആ സമരം അവസാനിച്ചിട്ടില്ല. അപ്പോൾ ആ കാർഷിക സമരത്തിന് ഒരു പ്രസക്തിയും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നില്ലേ? അതുപോലെ തന്നെയാണല്ലോ ഈ ബജ്രംഗ് പുനിയയും വിനേഷ് ഫഗട്ടും അടക്കമുള്ള ഗുസ്തി താരങ്ങൾ ഇറങ്ങി നിന്ന് കേന്ദ്ര സർക്കാരിനെതിരായിട്ട് വലിയ പോരാട്ടം നടത്തുകയും ബ്രിജ്ഭൂഷൺ ശർമ്മയ്ക്കെതിരായിട്ട് വലിയ സമരങ്ങൾ നടത്തുകയും ആ സമരത്തിൽ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗുമായിട്ട് ഒത്താശ ചെയ്യുകയും ഒന്നിച്ചു നിൽക്കുകയും ചെയ്തു ബി.ജെ.പി. എന്നുള്ളതാണല്ലോ വലിയൊരു പിന്നെ എന്താ പറയുക, ഒരു ആൻറ്റി വിമൻ ആണ് ഈ ബി.ജെ.പി. എന്ന പാർട്ടി എന്നുള്ളൊരു വലിയ അലിഗേഷൻ പോലും അവർ നേരിട്ടിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ഈ പറയുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യാതെ കേവലം ഈ ജാതി സമവാക്യങ്ങൾ മാത്രമാണ് ഹരിയാനയിൽ വർക്ക് ചെയ്തിട്ടുള്ളത് എങ്കിൽ പിന്നെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ എന്താ പറയുക, എങ്ങനെയാണ് നമ്മൾ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുക? അതിൻ്റെ പാരാമീറ്റേഴ്സ് എന്താണ്? ഇപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ ജാതി വിഭാഗങ്ങളും ഇപ്പോൾ വിനേഷ് ഫോഗട്ട് ലീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ല, അത് മാറി മാറി വരുന്നുണ്ട്. വിനേഷ് ഫോഗട്ട് ലീഡ് ചെയ്യുന്നുണ്ട്. 4437 വോട്ടുകൾ. അതെ, ഇപ്പോൾ വലിയ ലീഡാണ്. 4000 വോട്ടുകളുടെ ലീഡാണ്. അത് സ്വാഭാവികമായിട്ടും കൺസോൾട്ടേറ്റ് ചെയ്യാനാണ് സാധ്യത. അപ്പോഴും ഈ ടാലി അങ്ങനെ തന്നെ നിൽക്കുകയാണ്. 48-36 കംഫർട്ടബിൾ മെജോറിറ്റി ഇപ്പോൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു ബി.ജെ.പി. എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമുക്ക് പറയാൻ കഴിയുക. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, അത്ഭുതകരമായ തിരിച്ചുവരവാണ് ബി.ജെ.പി. നടത്തിയത്. രാവിലെ 10 മണി വരെ ഏതാണ്ട് 60-65 സീറ്റുകൾക്കുമിടയിൽ
കോൺഗ്രസ് ഫിനിഷ് ചെയ്യും എന്ന് വിചാരിച്ച ഒരു തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ നേർ പകുതിയിലേക്ക് അവരുടെ ടാലി വന്നിരിക്കുകയാണ്. 36-ലേക്കാണ് കോൺഗ്രസ് കൂപ്പ് കുത്തിയിരിക്കുന്നത്. ഏതാണ്ട് 9:30 മണിയായപ്പോൾ തന്നെ ഭൂപീന്ദർ സിംഗ് ഹൂഡ എന്താ പറയുക പാർട്ടി ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് യാത്ര ചെയ്തു തുടങ്ങി. കാരണം വെച്ചാൽ ട്രെൻഡ് മുഴുവൻ കോൺഗ്രസിന് അനുകൂലമായിരുന്നു. നമുക്കറിയുന്നത് പോലെ KC വേണുഗോപാൽ AICC ജനറൽ സെക്രട്ടറി ഡൽഹിയിൽ നിന്ന് ചണ്ഡീഗഡിലേക്ക് തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഉണ്ടായത്. അതേപോലെ തന്നെ മൂകവും നിശബ്ദവും ഒക്കെ ആയിരുന്നു BJPയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. അത് ഡൽഹിയിലാണെങ്കിലും അതുപോലെ തന്നെ ചണ്ഡീഗഡിലാണെങ്കിലും റോഹ്തക്കിലാണെങ്കിലും യാതൊരു ആഘോഷവും ഉണ്ടായിരുന്നില്ല, നിശബ്ദമായിരുന്നു BJPയുടെ ആസ്ഥാനങ്ങളെല്ലാം. അതേസമയം ഡൽഹിയിലാണെങ്കിലും റോഹ്തക്കിലാണെങ്കിലും ചണ്ഡീഗഡിലാണെങ്കിലും വലിയ പടക്കം പൊട്ടിച്ചുകൊണ്ടാണ് രാവിലെ മുതൽ തന്നെ ഈ ട്രെൻഡിനെ കോൺഗ്രസ് സ്വാഗതം ചെയ്തിരുന്നത്. എന്നാൽ അതെല്ലാം മാറിമറിയുന്ന അന്തരീക്ഷമാണ് പിന്നീട് ഉണ്ടായത്. ഏതാണ്ട് 10:30 മണിയോടുകൂടി ഒറ്റയടിക്ക് വലിയൊരു കുതിച്ചുചാട്ടമാണ് BJP നടത്തിയത്.